അഭിഭാഷക ദീപ ജോസഫിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത. ദീപ ജോസഫ് സൈബർ വെട്ടുകിളിക്കൂട്ടത്തിന്റെ നേതാവാണെന്ന് അതിജീവിത വിമർശിച്ചു. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത വക്കാലത്തും അഫിഡവിറ്റും വ്യാജമെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അധിക സത്യവാങ്മൂലത്തിൽ അതിജീവിത ആരോപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് അഭിഭാഷക ദീപ ജോസഫിനെതിരെ രംഗത്തെത്തിയത്. ദീപ ജോസഫ് സൈബർ വെട്ടുകിളിക്കൂട്ടത്തിന്റെ നേതാവാണെന്ന അതിജീവിത വിമർശിച്ചു. തന്നെയും മറ്റ് പരാതിക്കാരെയും ദീപയും സംഘവും നിരന്തരം വേട്ടയാടുകയാണ്. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ FB പോസ്റ്റുകളുടെ വിവർത്തനം ദീപ ജോസഫ് വളച്ചൊടിച്ചുവെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത വക്കാലത്തും അഫിഡവിറ്റും വ്യാജമെന്നും അതിജീവിത ആരോപിച്ചു. യുക്രൈനിൽ നിന്ന് ഫയൽ ചെയ്ത ഹർജിയിലെ രേഖകൾ എംബസി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലെന്നും അതിജീവിത ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യങ്ങൾ പരാമർശിച്ച അതിജീവിത സുപ്രീം കോടതിയിൽ അധിക സത്യവാങ്മൂലം സമർപ്പിച്ചു. അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് അതിജീവിതയ്ക്കായി അധിക സത്യവാങ്മൂലം സമർപ്പിച്ചത്. ദീപ ജോസഫിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനു മുമ്പ് തന്റെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നേരത്തെ തടസ്സ ഹർജി നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ ദീപ ജോസഫിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.